ഇന്ന് നമ്മളുണ്ടല്ലോ സദ്യക്കൊക്കെ വെക്കുന്ന സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ നാളികേരം ഒന്നും ചേർക്കാതെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ സാമ്പാറാണ് വെക്കണേ. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി നമ്മളിതാ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ മതി. ഇതിലത്തെ പ്രഷർ പോയി കഴിഞ്ഞാൽ വേവാറുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഈ പരിപ്പിലേക്ക് നോക്കിയാൽ ഒരു കഷ്ണം കായട്ടാ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് പരിപ്പ് വേവാനായിട്ട് പരിപ്പിൻ്റെ ഒപ്പത്തിൽ, അതായത് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെള്ളം നിൽക്കണ പോലെ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് തീ കത്തിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊടി ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തീ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കലം ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണു. ഉലുവ പൊട്ടി തുടങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുക്കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്കിതെല്ലാം പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ അത്ര കോലിപ്പുളി 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണ് മുളക് പൊടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു 8 ഗ്ലാസിൻ്റെ അടുത്തേക്ക് നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടല്ലോ നോക്കിയാൽ സാമ്പാറിലേക്ക് എടുത്ത കഷ്ണങ്ങൾ മുരിങ്ങക്കായ, മത്തങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, വെണ്ടക്കായ കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കഷ്ണങ്ങളും വേണമെങ്കിൽ ഇടാം. നമ്മളിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. അതിൽ വെണ്ടക്കായ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിത് ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഒന്ന് വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒപ്പം നമ്മുടെ സാമ്പാറിലേക്കുള്ള പുളിവെള്ളത്തിൽ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ, മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിടുക. നമുക്ക് വേണമെങ്കിൽ പിന്നിട്ട് കൊടുക്കാമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കതിലേക്കുണ്ടല്ലോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒപ്പം നമ്മുടെ വെണ്ടക്കായ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വെണ്ടക്കായ വാട്ടിയെടുക്കുമ്പോഴേ ഉടയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടക്കായ വാട്ടിയെടുക്കുന്നത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കിയ ഒരു ചെറിയൊരു കഷ്ണം കായും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് തീ കുറവിൽ വേണം കേട്ടോ ഇനി മൂടി വെച്ച് വേവിക്കാനായിട്ട്. നമുക്കുണ്ടല്ലോ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെണ്ടക്കായ വഴറ്റിയതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്കുണ്ടല്ലോ ഇതേപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ പരിപ്പൊന്ന് തുറന്ന് നോക്കാം. പരിപ്പല്ല, കുക്കറിന് മൂടി തുറന്ന് നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിത് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. പരിപ്പിനെ നല്ല പോലെ ഉടച്ചോളൂ. നന്നായിട്ട് പരിപ്പിനെ ഉടച്ചതിന് ശേഷം നമുക്കിതാ മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കൊക്കെ കൊടുത്ത് നമുക്കുണ്ടല്ലോ എന്താ സാമ്പാർ പൊടി ഇട്ടാ ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. ഒന്ന് നന്നായി തിളക്കട്ടെ. സാമ്പാർ നോക്കിയേ നന്നായി തിളച്ച് ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. ഇനി ഇതൊന്ന് താളിച്ചാൽ മതി നമുക്ക്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമുക്കിത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നു. നമുക്ക് അതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് നമ്മളിതാ 3 വറ്റമുളക് കേട്ടോ നടുമുറിച്ചിട്ട് കൊടുക്കണേ. 2 കതിര് കറിവേപ്പില. നമുക്കുണ്ടല്ലോ ഇതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. എങ്കിലാണ് നമ്മൾ കഴിക്കാതിരിക്കുന്ന സമയത്ത് ആ മൂടി തുറക്കുമ്പോൾ നല്ലൊരു മണക്ക് വരുള്ളൂ. അപ്പം ഇനി സാമ്പാറൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ട് കുടിക്കാം. അല്ല എന്ത് വേണമെന്നറിയോ? അതെന്ത് കഷ്ണം എടുക്കാം അല്ലേ ഷൈറ്റാ? സാമ്പാർ വേണ്ട. സാധാരണ ചോറ് കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ട് നമ്മൾ കാണിക്കാറ്. ഇതങ്ങനെയല്ല. ചൂടുണ്ട് ഷൈറ്റാ. പിന്നെ അടിപൊളി ഒരു സാമ്പാറാട്ടാ. അടിപൊളിയൊന്നുമില്ല. അപ്പോൾ ഈ ഓണത്തിന് ഈ സാമ്പാർ തന്നെ നിങ്ങൾ വെച്ചോളൂട്ടാ. അത്ര അടിപൊളിയാണ്. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ.